സ്ഥലം വിൽപ്പനയ്ക്കെന്ന പരസ്യം നൽകുന്നവരെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാമനും പിടിയിലായി. തിരുവനന്തപുരം കവടിയാർ അമ്പലമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചിറയൻകീഴ് കാട്ടുംപുറം സജിത് കുമാർ എന്ന ദീപക്കാണ് പിടിയിലായത്. തിരുവനന്തപുരത്തെ ഒളിത്താവളത്തിൽ നിന്നാണ് മൂവാറ്റുപുഴ പോലീസ് ഇയാളെ പിടികൂടിയത്. സ്ഥലം ബ്രോക്കർ എന്ന് പറഞ്ഞാണ് ഇയാൾ മറ്റുള്ളവരെ പരിചയപ്പെടുന്നത്. വൻതുക വായ്പയായി കൊടുക്കുമെന്ന വാഗ്ദാനമുണ്ട്. കൂടാതെ നിക്ഷേപിക്കാൻ നൽകുന്ന തുകയ്ക്ക് ഇരട്ടി തുക തിരികെ നൽകുമെന്ന വാഗ്ദാനം നൽകിയും തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് ഇയാൾ. ആലുവ സ്വദേശിയുടെ 15 ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത്. സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പരസ്യം നൽകിയ ആലുവ സ്വദേശിയെ ഫോണിൽ വിളിച്ച് ജോഷി എന്ന പേര് പറഞ്ഞ് പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചു. സിനിമാ മേഖലയിൽ തനിക്ക് വലിയ ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തന്റെ കയ്യിൽ പലരുടെയും പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കുറഞ്ഞ പലിശയ്ക്ക് പണം വാഗ്ദാനം നൽകിയും തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന പണം കുറഞ്ഞ പലിശയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തും സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഡമ്മി നോട്ടുകൾ മൂവാറ്റുപുഴയിൽ വെച്ച് കൈമാറി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ അംഗമാണ് ദീപക്. കേസിലെ ഒന്നാം പ്രതി കോട്ടയം വാഴൂർ സ്വദേശി മണിയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതറിഞ്ഞ സജിത് ഒളിവിൽ പോവുകയായിരുന്നു. വ്യാജ പേരുകളിലാണ് ഇരകൾ പ്രതികളെ ബന്ധപ്പെട്ടിരുന്നത്. നാഗമാണിക്യം, ഇരുതലമുരി, ഇറടിയം എന്നിങ്ങനെ വിവിധ തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ അംഗമാണ് ഇയാൾ. 10 ലക്ഷം രൂപ ഇയാൾക്ക് അഡ്വാൻസായി നൽകിയാൽ കള്ളപ്പണത്തിൽ നിന്ന് 20 ലക്ഷം രൂപ നൽകുമെന്നും ബിസിനസ് നടത്തി ലാഭം കിട്ടിയ ശേഷം ബാക്കി 10 ലക്ഷം തിരികെ കൊടുത്താൽ മതിയെന്നുമാണ് നൽകിയിരുന്ന വാഗ്ദാനങ്ങളിലൊന്ന്. ഒരു ഇടപാടിന് ഒരു സിം കാർഡ് മാത്രമേ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരുന്നുള്ളൂ. പല ആളുകളുടെയും പേരിൽ വ്യാജ സിം കാർഡ് എടുത്താണ് തട്ടിപ്പിന് കളമൊരുക്കിയിരുന്നത്. ഒരു കുറ്റകൃത്യത്തിന് ഒരു മൊബൈൽ ഫോൺ മാത്രമേ സംഘം ഉപയോഗിച്ചിരുന്നുള്ളൂ. തട്ടിപ്പുകൾക്കായി വ്യാജ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ച കാർ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇയാളുടെ കൂട്ടുപ്രതികളെ പറ്റിയും പോലീസിന് വിവരം ലഭിച്ചു. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുള്ളതായും പോലീസ് സംശയിക്കുന്നു. തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് പിടികൂടിയത്. ഇയാൾക്കെതിരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ, കൊല്ലം ഈസ്റ്റ്, ആറ്റിങ്ങൽ, തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ കേസുകളുണ്ട്. മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ കെ രാജേഷ്, PC ജയകുമാർ, സീനിയർ CPO നിഷാന്ത് കുമാർ, ബിബിൽ മോഹൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.